അഡിക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കറക്റ്റ് സമയത്ത് കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ചിലർക്ക് വിറയൽ വരും എന്ന് പറയണ പോലെയാണ്. നവംബർ സമയം തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് കൈക്കൊരു വിറയലാണ് ഈ ക്രിസ്മസിന്റെ സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് നിരത്തി വെക്കാഞ്ഞിട്ട്. ഇതിപ്പോ സത്യം പറഞ്ഞാൽ നവംബർ തീരാറായി. എന്റെ സമയത്തിന് ഇത് വളരെ ലേറ്റ് ആണ്, പക്ഷെ തിരക്കായിരുന്നല്ലോ, കുഴപ്പമില്ല. കുട്ടിക്കാലത്ത് കുറെ നല്ല ഓർമ്മകൾ മായാതെ നമ്മുടെ മനസ്സിൽ കിടക്കില്ലേ, അതുപോലെ എപ്പോഴും എന്റെ മനസ്സിലുള്ള ഒരു ഓർമ്മയാണ് ക്രിസ്മസ് എന്ന് പറയുന്ന സമയം. ആ ക്രിസ്മസ് മാജിക് എപ്പോഴും മനസ്സിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുട്ടികളെയൊക്കെ വലിച്ചു നിരത്തി കൊണ്ടുവന്ന് ഇതൊക്കെ കൂടെ ഇരുത്തി ചെയ്യിപ്പിക്കുന്നത്. ഹസ്ബൻഡിന് ഇതിന്റെ ഫൈനൽ ഔട്ട്കം കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഈ കുഞ്ഞു കുഞ്ഞു പണികൾ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മുഖം ഇങ്ങനെ പല ഷേപ്പിലൊക്കെ പോയതുകൊണ്ട് ഞാൻ പിന്നെ പുള്ളീനെ അധികം മെനക്കെടുത്താൻ പോയില്ല. ഞാൻ തന്നെ ഒരു ദിവസം വീട്ടിൽ ഇരുന്ന് ചെയ്തു. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഞാൻ ഈ ക്രിസ്മസ് ഡെക്കറേഷൻ. അപ്പൊ തൊട്ടിട്ടുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്, അതെല്ലാം ഓരോ വർഷവും സൂക്ഷിച്ച് വെച്ച് എല്ലാ കൊല്ലവും ഓരോന്നോരോന്ന് ആഡ് ചെയ്താണ് ഞാനിത് ഈ കോലത്തിലാക്കി എടുത്തത്. ഇനി ഇഷ്ടംപോലെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ, അത് ഇനി വരും വർഷങ്ങളിൽ. വീട്ടിൽ ഓൾറെഡി ഉള്ള 2 കുട്ടിക്കുറുമ്പുകൾ പോരാതെ 2 റാബിറ്റ്സിനെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അവരെ എപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിലും മക്കൾക്ക് 2 പേർക്കും ഭയങ്കര എന്റർടൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പുറകെ നടക്കണം. കാരണം അവിടെയുള്ള എല്ലാ ലീവ്സും ഫ്ലവേഴ്സും ഓരോ കടി കൊടുക്കലാണ് പ്രധാന പണി. ചില പോയ്സണസ് ആയിട്ടുള്ള ലീവ്സും ഉണ്ട്. അപ്പൊ ഏത് സമയം നോക്കി ഇരിക്കണം എന്തൊക്കെയാണ് പോയി കഴിക്കുന്നത് എന്ന്.